കർണാടകയെ ഞെട്ടിച്ചുകൊണ്ട് തുംഗഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്ന് 35,000 ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകിയ വാർത്തകൾ പുറത്തു വന്നതോടെ നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാറിന്റെ സ്ഥിതി ഇതിനേക്കാളും ഭീകരമായിരിക്കുമെന്ന രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് കർണാടക കോപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്ന് വെള്ളം പുറത്തേക്ക് ശക്തിയായി ഒഴുകിയത്. 19ാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് ശനിയാഴ്ച രാത്രിയോടെ പൊട്ടിപ്പോയത്. ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിയത്. പൊട്ടിയ ഗേറ്റിലൂടെ 35,000 ക്യൂബിക്സ് വെള്ളമാണ് നിമിഷ നേരം കൊണ്ട് പുറത്തേക്ക് ഒഴുകിയെത്തിയത്. ആകെ 35 ഗേറ്റുകളാണ് ഈ ഡാമിനുള്ളത്. വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ ഡാം തകരുന്നത് ഒഴിവാക്കാൻ ബാക്കിയുള്ള 35 ഗേറ്റുകളും ഉടനടി തുറക്കുകയായിരുന്നു. അതേസമയം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമാണ് ഇത്. അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ നിർമ്മിച്ചത് സുർക്കി മിശ്രിതം കൊണ്ടാണ്. അതൊരിക്കലും തകരില്ല എന്ന് പറയുന്നവർ അതേ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഡാമായ ഈ തുംഗഭദ്ര ഡാമിൻ്റെ കാര്യമൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. ഇവിടെ തുംഗഭദ്ര ഡാമിൻ്റെ ഒരു ഗേറ്റ് തകരുകയും അതിലൂടെയാണ് 35,000 ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്തത്. ഈ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ട്രോള് ഇങ്ങനെയാണ്: തുംഗഭദ്ര ഡാമിലെ ഗേറ്റ് തകർന്നു എന്ന് വെച്ച് നമ്മുടെ മുല്ലപ്പെരിയാർ പൊട്ടില്ല കേട്ടോ. ഓരോ വർഷം കഴിയും തോറും ആ അണക്കെട്ട് പവർഫുള്ളാകും. അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം. അതുമല്ല, വാട്സപ്പ് എക്സ്പേർട്ട് ഒരുപാട് പേരുണ്ട് അത് പൊട്ടില്ല എന്ന് സമർത്ഥിക്കാൻ. ഇനി ആരെങ്കിലും മുല്ലപ്പെരിയാറിനെ പറ്റി ആശങ്കപ്പെട്ടാൽ അവരെ പിടിച്ചകത്താക്കും കേട്ടോ, അതുകൂടി ഓർത്തോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ. അതേസമയം ഇക്കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത്. ഡാമിൽ നിന്ന് 60,000 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ പോലും സാധ്യമാവുകയുള്ളൂ. കർണാടക സർക്കാർ ഇപ്പോൾ തന്നെ പ്രളയ മുന്നറിയിപ്പ് അവിടെ നൽകി കഴിഞ്ഞു. കോപ്പൽ, വിജയനഗര, ബെല്ലാരി, റായ്പൂർ ജില്ലകളിൽ അധികൃതർ അതീവ ജാഗ്രത പുലർത്താനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ഡാമിന്റെ 19ാമത്തെ ഗേറ്റിന് തകരാറ് സംഭവിച്ചത്. ഗേറ്റിലെ ചെങ്കല്ലുകൾ അവിടെ പൊട്ടുകയായിരുന്നു. പിന്നാലെ അണക്കെട്ടിന് തകരാറ് സംഭവിക്കാതിരിക്കാൻ മറ്റ് ഗേറ്റുകൾ കൂടി ഉയർത്തേണ്ടി വന്നു. 1953 ഈ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്നത് ഡാമിലെ വെള്ളത്തെയാണ്. തുംഗഭദ്ര ഡാം തകരുന്നത് ഒഴിവാക്കാനായി 35 ഗേറ്റുകളും ഇതിനൊപ്പം തന്നെ തുറന്ന് വെള്ളം ഒഴുക്കിവിടുകയാണ്. സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഡാമാണ് ഇത്. മുല്ലപ്പെരിയാറും ഇതേ സുർക്കി മിശ്രം കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചത്. അതായത് 1953 തുംഗഭദ്ര കമ്മീഷൻ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 7 പതിറ്റാണ്ട് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതായത് ഒരു ഡാമിന്റെ കാലാവധി 60 വർഷമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ മുല്ലപ്പെരിയാറിന് 130 വർഷം പഴക്കമുണ്ട്. 1895 ബ്രിട്ടീഷുകാർ ഇടുക്കിയിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. തുംഗഭദ്ര ദുർബലാവസ്ഥയിലല്ല എന്നത് പ്രത്യേകം ഓർക്കുക. എന്നിട്ടുകൂടി ഒരു ഗേറ്റിന് തകരാർ സംഭവിച്ചതോടെ ഡാം തകരാതിരിക്കാൻ എല്ലാ ഗേറ്റുകളും തുറന്ന് ജലം ഒഴുക്കി വിടേണ്ട അവസ്ഥ തന്നെ വന്നിരിക്കുന്നു. എന്നാൽ മുല്ലപ്പെരിയാർ വർഷങ്ങളായി തന്നെ അപകട ഭീതിയിലാണ്. ഇടുക്കി നിവാസികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു ഡാം കൂടിയാണ്. ഇടുക്കി മാത്രമല്ല, മറ്റ് 4 ജില്ലകളുടെ കൂടി ഉറക്കം കെടുത്തുന്ന ഒരു ഡാം കൂടിയാണ് മുല്ലപ്പെരിയാർ എന്നത് എടുത്തു പറയണം. പത്തുമല, ചൂരൽമല, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളൊക്കെ നമ്മുടെ കേരളത്തിന് മുന്നിലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കേരളത്തെ തകർത്തെറിഞ്ഞ ദുരന്തങ്ങളായി തന്നെ മാറിയിരിക്കുന്നു. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഇടുക്കിയിൽ സംഭവിച്ചാലോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ജില്ലയിലുള്ളവർക്കുള്ളത്. അതായത് അപകടാവസ്ഥ കാരണം മുല്ലപ്പെരിയാർ ഡാം തകർന്നാലും വൻ നാശം തന്നെയാണ് കേരളത്തെ കാത്തിരിക്കുന്നത്. 999 വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിന് ഡാമിൻ്റെ കാര്യത്തിൽ സ്വതന്ത്ര തീരുമാനം എടുക്കാൻ കഴിയില്ല. പുതിയ ഡാം പണിയണമെന്ന് കേരളത്തിൽ നീക്കമുണ്ടെങ്കിലും ഇതൊക്കെ ഇപ്പോഴും നിയമക്കുരുക്കിൽ തന്നെയാണ്. വർഷങ്ങളായി ഡാം പ്രശ്നത്തിൽ കേരളവും തമിഴ്നാടും ഒക്കെ സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കോടതി സമിതിയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ഇപ്പോൾ ഈ ഡാം ഉള്ളത് തന്നെ. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ, തേനി, മധുര, രാമനാഥപുരം എന്നിവിടങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായതോടെയാണ് ബ്രിട്ടീഷുകാർ അന്ന് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ആലോചിക്കുന്നത്. 1882 ക്യാപ്റ്റൻ പെനിക്യുക്കിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു നീക്കം നടക്കുന്നത്. സുർക്കി, ചുണ്ണാമ്പ്, കരിങ്കൽ എന്നിവ മാത്രം ഉപയോഗിച്ചാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യ ശ്രമങ്ങളെല്ലാം തകർന്നടിഞ്ഞപ്പോൾ അസാധ്യമെന്ന് കരുതിയ ബ്രിട്ടീഷുകാർ കൈയൊഴിഞ്ഞപ്പോൾ സ്വന്തം സ്വത്ത് വിറ്റതിന് പിന്നാലെ ധനം സമാഹരിച്ച് പെനിക്യുക്ക് രണ്ടാമതും ഡാം നിർമ്മിക്കാൻ തന്നെ എത്തിയിരുന്നു. ഇതോടെയാണ് 1895 ഈ ഡാം പൂർത്തിയാകുന്നത്. എന്നാൽ ഇപ്പോൾ ഏറെ അപകടാവസ്ഥയിലാണ് ഡാമിൻ്റെ സ്ഥിതിയെന്നൊക്കെ പുറത്ത് വരുന്നുണ്ടെങ്കിലും ഇതൊരു ജലബോംബ് അല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒഴിവാക്കുകയാണ്. പക്ഷേ നോക്കുക,
രാജ്യത്തെ രണ്ടാമത്തെ ഒരു ഡാമിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. തുംഗഭദ്ര ഡാമിൻ്റെ ഗേറ്റ് തകർന്ന് ഇത്രയധികം വെള്ളം ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇവിടെ ചോദ്യമാകുന്നത് നാളെ മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ, അതായത് ഇതേ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ എന്താകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.